നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വളരെ സുപരിചിതമായൊരു സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, മുസാന്ത. റുബിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം മുസാന്ത ഫ്രണ്ടോസ എന്നാണ്. നമ്മൾ സാധാരണയായി വീട്ടുമുറ്റത്ത് പൂന്തോട്ടത്തിൽ നട്ടുവളർത്തുന്ന മുസാന്ത പലതരം നിറത്തിലുള്ള പുഷ്പങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വെള്ള മുസാന്തയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 3 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയാണിത്. ഇതൊരു നിത്യഹരിത സസ്യം കൂടിയാണ്. തവിട്ട് കലർന്ന പച്ച നിറമാണ് ഇതിൻ്റെ മരപ്പട്ടയ്ക്ക്. മുസാന്തയുടെ ഇലകൾ വളരെയധികം മിനുസമുള്ളതാണ്. ഇത് സമുഖമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളിലെ ഞരമ്പുകൾ വളരെയധികം തെളിഞ്ഞു കാണപ്പെടുന്നുമുണ്ട്. ഇലകളുടെ 2 വശവും തരംഗിതമാണ്. അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ഏകദേശം 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകളാണ് മുസാന്തയുടേത്. താരതമ്യേന വലിപ്പം കൂടുതലാണെങ്കിലും മുസാന്തയുടെ ഇലകളും പൂവിലകളും പൂവുമെല്ലാം വെള്ളിലം താളിയുടെ ഘടനയോട് വളരെയധികം സാദൃശ്യമുള്ളതാണ്. ശാഖാഗ്രങ്ങളിൽ കൂട്ടമായാണ് ഇതിൻ്റെ പൂവിലകൾ കാണപ്പെടുന്നത്. വളരെ മിനുസമുള്ള ഈ പൂവിലകൾ പലതരം മുസാന്തകളിൽ പല വർണ്ണത്തിൽ കാണപ്പെടുന്നു. വെള്ള, ചുവപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങളിലാണ് പ്രധാനമായും ഇത് കാണപ്പെടുന്നത്. ഈ കൂട്ടമായി കാണുന്ന പൂവിലകളുടെ നടുക്കാണ് മുസാന്തയുടെ പുഷ്പം കാണപ്പെടുന്നത്. കടും ഓറഞ്ച് നിറത്തിലുള്ള പുഷ്പത്തിന് 5 ഇതളുകളാണുള്ളത്. പുഷ്പവും വളരെയധികം മിനുസമുള്ളതാണ്. നീണ്ട പച്ച നിറത്തിലുള്ള തണ്ടിലാണ് മുസാന്തയുടെ പുഷ്പങ്ങൾ കാണപ്പെടുന്നത്. 5 ഇതളുകളുള്ള പുഷ്പത്തിൻ്റെ മധ്യഭാഗത്ത് മഞ്ഞ നിറമാണ്. ഇതിൻ്റെ വേരും പൂവും ഇലയും എല്ലാം ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഗോളാകൃതിയിലുള്ള ഇതിൻ്റെ ഫലം പച്ച നിറത്തിലുള്ളതും ചെറുതുമാണ്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിൽ ഈ സസ്യം ധാരാളമായി കണ്ടുവരുന്നു. ധാരാളം സൂര്യപ്രകാശം ഈ സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ശീതഗുണമുള്ള ഈ സസ്യം മൂത്രളമാണ്. അതുപോലെ തന്നെ കണ്ണിന് വളരെയധികം ഔഷധ ഗുണമുള്ളതുമാണ്. കൂടുതലായിട്ടുള്ള മുസാന്തയുടെ ഉപയോഗങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. മുസാന്ത ഒരു ഉദ്യാന സസ്യമായിട്ടാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലും കുറച്ച് ചില ഉപയോഗങ്ങളുണ്ട്. കാരണം ഈ കൃമിക്ക് ഇതിൻ്റെ ഈ പൂവ് അരച്ചിട്ട് തേനിൽ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ കൃമിക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ ഈ പൂവ് ഉണക്കി പൊടിക്കുക. ഈ ഉണക്കി പൊടിച്ചിട്ട് പാൽപ്പാടയിൽ ചേർത്തിട്ട് ഈ കവിളത്ത് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാൽ കവിളത്തുണ്ടാകുന്ന ഈ ഡ്രൈ സ്കിന്നുണ്ട്, അവർ ചില ആൾക്കാർക്ക് ഒരു കറുപ്പ് നിറം വന്നിട്ട് ഒരം വരുന്നൊരു ഫേസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ദിവസേന ഇത് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകി കളയാം. ദിവസേന ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഖത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന കവിളത്തുണ്ടാകുന്ന ആ ഡ്രൈനെസ് കുറച്ച് കുറഞ്ഞു കിട്ടും. അവിടെ ഉണ്ടാകുന്ന ഈ കറുപ്പ് പാടുകളും നിൽക്കും. പിന്നെ ഇതിൻ്റെ ഇത് സമൂലം കഷായം ചെയ്ത് ദിവസേന മുഖം കഴുകി കഴിഞ്ഞാൽ മുഖത്തൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ അതുകൊണ്ട് മാറും ചെയ്യും.